ഇനി എക്സ്പെരിമെൻറ്റ് 3. നിങ്ങൾ പെട്ടെന്ന് നോക്കുമ്പോൾ എക്സ്പെരിമെൻറ്റ് 2-ൽ നിന്ന് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഒരുപക്ഷെ എക്സ്പെരിമെൻറ്റ് 3-ൽ കണ്ടെത്താനായിട്ട് സാധിക്കുകയില്ല. എങ്കിൽ കൂടി ചെറിയൊരു മാറ്റം അദ്ദേഹം വരുത്തിയിട്ടുണ്ട്. നോക്കുക, ഒരു സ്വിച്ച് രണ്ടാമത്തെ കോയിലിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ആദ്യത്തെ കോയിൽ അതുപോലെ തന്നെയാണ്. ഒരു C1 എന്ന് പറയുന്ന കോയിലിൽ ഒന്നിലധികം ടേണുകളുണ്ട്. അതിൻ്റെ ഒരു എൻഡ് ഗാലൻമീറ്ററിൻ്റെ ഒരു ടെർമിനലിലേക്കും മറ്റേ എൻഡ് ഗാലൻമീറ്ററിൻ്റെ നേരെ തിരിച്ചുള്ള ടെർമിനലിലേക്കും കണക്ട് ചെയ്തിരിക്കുന്നു. ഒരു കോയിലിന് രണ്ട് എൻഡുകൾ ഒരു ഗാലനോമീറ്ററുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. മാറ്റങ്ങളൊന്നുമില്ല. രണ്ടാമത്തെ കോയിൽ അതുപോലെ തന്നെയാണ്. ഒരു ബാറ്ററി ഉണ്ട്, ഒരു കോയിലുണ്ട്. രണ്ട് കോയിലുകളും C1 C2 കോ ആക്സിയലാണ്. യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളുമില്ല. പക്ഷേ ചെറിയൊരു കാര്യം മാത്രം അവിടെ അദ്ദേഹം ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് രണ്ടാമത്തെ കോയിലിൽ നമ്മളൊരു കറണ്ട് കടത്തി വിടുന്നുണ്ട്. എക്സ്പെരിമെൻറ്റ് 2-ൽ സ്വിച്ച് ഉണ്ടായിരുന്നില്ല. എക്സ്പെരിമെൻറ്റ് 3-ൽ ചെറിയൊരു സ്വിച്ച് അദ്ദേഹം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആദ്യത്തെ രണ്ട് എക്സ്പെരിമെൻറ്റുകളിൽ നിന്നും നമ്മൾ കൺക്ലൂഡ് ചെയ്ത ഒരു കാര്യമുണ്ട്. മാഗ്നറ്റോ അല്ലെങ്കിൽ കോയിലോ മൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു ഇൻഡ്യൂസർ കറണ്ട് ലഭിച്ചിരുന്നുള്ളൂ. നമുക്ക് എക്സ്പെരിമെൻറ്റ് 1-ലേക്ക് ഒന്ന് തിരിച്ചു പോകാം. എക്സ്പെരിമെൻറ്റ് 1-ൽ ഒരു സിംഗിൾ കോയിൽ, ഒരു ബാർ മാഗ്നറ്റ് അടുത്തേക്ക് കൊണ്ടുവരുമ്പോഴും ആ കോയിലിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോഴും മാത്രമേ ഒരു ഇൻഡ്യൂസർ കറണ്ട് നമുക്ക് ലഭിച്ചിരുന്നുള്ളൂ. അതായത് മാഗ്നറ്റോ അല്ലെങ്കിൽ കോയിലോ മൂവ് ചെയ്യണമായിരുന്നു. എക്സ്പെരിമെൻറ്റ് 2-ലും ഏകദേശം അതുപോലെ തന്നെയായിരുന്നു. ബാർ മാഗ്നറ്റിന് പകരം നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് രണ്ടാമത്തെ ഒരു കോയിലാണെന്ന് മാത്രം. ആദ്യത്തെ കോയിൽ ഒരു ടേൺ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എക്സ്പെരിമെൻറ്റ് നമ്പർ 2-ൽ ഒന്നിലധികം ടേണുകളുള്ള ഒരു കോയിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്രകടമായിട്ടുള്ള മാറ്റങ്ങളൊന്നും തന്നെയില്ല. അവിടെയും നമ്മൾ എന്ത് ചെയ്തു? രണ്ടാമത്തെ കോയിലിനെ ഒന്നാമത്തെ കോയിലിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയും അതിനുശേഷം അത് പിന്നീട് തിരിച്ച് എടുക്കുകയും ചെയ്തിരുന്നു. അപ്പോഴും ശ്രദ്ധിക്കുക, രണ്ട് കോയിലുകൾ, എക്സ്പെരിമെൻറ്റ് നമ്പർ 2-ൻ്റെ കാര്യമാണ് പറയുന്നത്, രണ്ട് കോയിലുകൾ, അതിൽ ഏതെങ്കിലും ഒരു കോയിലോ അല്ലെങ്കിൽ രണ്ട് കോയിലോ മൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു ഇൻഡ്യൂസർ കറണ്ട് കിട്ടിയിരുന്നുള്ളൂ. ബാർ മാഗ്നറ്റോ അല്ലെങ്കിൽ കോയിലോ മൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇൻഡ്യൂസർ കറണ്ട് കിട്ടിയിരുന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു പക്ഷേ അങ്ങനെ കൺക്ലൂഡ് ചെയ്യേണ്ടി വരും. അതായത് ഒരു ബാർ മാഗ്നറ്റ് മൂവ് ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ ഒരു കറണ്ട് ക്യാരിയിങ് കോയിൽ, ഒരു കണ്ടക്റ്റിംഗ് കോയിൽ മൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു കറണ്ട്, ഇൻഡ്യൂസർ കറണ്ട് ലഭിക്കുകയുള്ളൂ എന്നൊരു പക്ഷേ നമുക്ക് കൺക്ലൂഡ് ചെയ്യേണ്ടി വരും. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് എക്സ്പെരിമെൻറ്റ് നമ്പർ 3. അതായത് രണ്ട് കോയിലുകളെയും തൽക്കാലത്തേക്ക് നമ്മൾ മൂവ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ പെട്ടെന്ന് നമുക്ക് തോന്നും ഇവിടെ കറണ്ടൊന്നും ഡെവലപ്പ് ചെയ്യുകയില്ല എന്ന്. പക്ഷേ തിരിച്ചായിരുന്നു ഫാരഡേക്ക് നേരിട്ട അനുഭവം. നമുക്ക് നോക്കാം. C1 C2 എക്സ്പെരിമെൻറ്റ് 3 ആണ്. ഇത് രണ്ടും കോ ആക്സിയൽ കോയിലുകളാണ് C1 C2. ഇവിടെ അഡീഷണലായി ഞാൻ എന്ത് വെച്ചിട്ടുണ്ട്? ഒരു സ്വിച്ച് വെച്ചിട്ടുണ്ട്. ഫാരഡേ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ പെട്ടെന്ന് ഒരു മൊമെൻ്ററി ഡിഫ്ലക്ഷൻ അദ്ദേഹത്തിന് ഗാലനോമീറ്ററിൽ കാണാനായിട്ട് സാധിച്ചു. ശ്രദ്ധിക്കുക, C2-ലാണ് സ്വിച്ച്. ആ സ്വിച്ച് ഓൺ ചെയ്താൽ മാത്രമാണ് കറണ്ട് കടന്നു പോവുകയുള്ളൂ. സ്വിച്ച് ജസ്റ്റ് ഓൺ ചെയ്തപ്പോൾ, അതൊരു പ്രസ്സിങ് സ്വിച്ച് ആണെന്ന് വിചാരിക്കുക, ജസ്റ്റ് പ്രസ് ചെയ്തപ്പോൾ പെട്ടെന്ന് ഗാലനോമീറ്ററിൽ ഒരു ഡിഫ്ലക്ഷൻ കാണിച്ചു, ഒരു മൊമെൻ്ററി ഡിഫ്ലക്ഷൻ കാണിച്ചു. അപ്പോൾ തന്നെ ആ ഒരു നീഡിൽ 0-ലേക്ക് വന്നു. അപ്പോൾ മൊമെൻ്ററി ഡിഫ്ലക്ഷൻ കാണിച്ചത് നിങ്ങൾ റൈറ്റ് സൈഡിലേക്കാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ മൊമെൻ്ററി ഡിഫ്ലക്ഷനാണ്. അത് ഇത്രയും സ്ട്രെസ് ചെയ്ത് പറയാൻ കാരണം ഡിഫ്ലക്ഷൻ അവിടെ സസ്റ്റെയിൻ ചെയ്യുകയില്ല. ഇനിയായിരിക്കും നിങ്ങൾക്ക് ഗാലനോമീറ്ററിൽ ആ നീഡിൽ കാണാൻ സാധിക്കുക. സ്വിച്ച് ജസ്റ്റ് ഓൺ ചെയ്തു, പ്രസ്സിങ് സ്വിച്ചാണ്, ഓൺ ചെയ്ത് പിടിച്ചിരിക്കുക. ജസ്റ്റ് ഓൺ ചെയ്യുന്ന സമയത്ത് മാത്രം, ഞാൻ റിലീസ് ചെയ്തിട്ടില്ല, ഓൺ ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. ഓൺ ചെയ്യുന്ന സമയത്ത് മാത്രം ഗാലനോമീറ്ററിൽ ഒരു മൊമെൻ്ററി ഡിഫ്ലക്ഷൻ, അതായത് ഒരു ഡിഫ്ലക്ഷൻ കാണിച്ചിട്ട് അപ്പോൾ തന്നെ തിരിച്ചു വരും. മൊമെൻ്ററി ഡിഫ്ലക്ഷൻ കാണിക്കുന്നു ഗാലനോമീറ്റർ. സ്വിച്ച് ഞാൻ അമർത്തി പിടിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അമർത്തി പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്
യാതൊരു വിധത്തിലുള്ള ഡിഫ്ലക്ഷനും ഈ ഒരു ഗാലനോമീറ്റർ കാണിക്കുന്നില്ല. ഇതാ ജസ്റ്റ് സ്വിച്ച് ഇട്ട വഴിക്ക് തന്നെ പെട്ടെന്നൊരു ഡിഫ്ലക്ഷൻ കാണിച്ചിട്ട് ആ നീഡിൽ തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാനിങ്ങനെ കുറച്ച് നേരം കൂടി ഇനി പ്രസ് ചെയ്ത് പിടിച്ചു. ഇനി ഏതെങ്കിലും സൈഡിലേക്ക് പോകുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് പ്രസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ യാതൊരു തരത്തിലുള്ള ഡിഫ്ലക്ഷനും ഗാലനോമീറ്റർ കാണിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം ഈ കോയിലിൽ ഒരു ഇൻഡ്യൂസ്ഡ് കറൻറ്റും ഡെവലപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ കുറേ നേരം ഞാൻ സ്വിച്ച് ഇങ്ങനെ അമർത്തി പിടിച്ച് നോക്കി, പ്രസ്സിങ് സ്വിച്ചാണ്, അമർത്തി പിടിച്ച് നോക്കി, യാതൊരു രക്ഷയില്ല. അവസാനം എനിക്ക് വയ്യാണ്ടായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആ സ്വിച്ച് റിലീസ് ചെയ്തു. പെട്ടെന്ന് നെക്സ്റ്റ് മൊമെൻറ്റിൽ ആ ഗാലനോമീറ്റർ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു മൊമെൻ്ററി ഡിഫ്ലക്ഷൻ കാണിച്ച് തിരിച്ചു വന്നു. ഇത്രയുമാണ് മൈക്കിൾ ഫാരഡേക്ക് കണ്ടെത്താൻ കഴിഞ്ഞ കാര്യങ്ങൾ. ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് പറയാം. C1 C2 സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ ഒരു മൊമെൻ്ററി ഡിഫ്ലക്ഷൻ, പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ഡിഫ്ലക്ഷൻ ഒന്നും തന്നെയില്ല. സ്വിച്ച് റിലീസ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൊമെൻ്ററി ഡിഫ്ലക്ഷൻ. ഇതാണ് 3 കേസുകൾ. പ്രസ് ചെയ്യുന്നു, ഡിഫ്ലക്ഷൻ കിട്ടുന്നു. പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ഡിഫ്ലക്ഷൻ കിട്ടുന്നില്ല. നമ്മളത് റിലീസ് ചെയ്യുന്നു, ആ സ്വിച്ച് റിലീസ് ചെയ്യുന്നു, അതായത് കറണ്ട് 0 ആക്കുന്നു. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ഡിഫ്ലക്ഷൻ കിട്ടുന്നു. എക്സ്പെരിമെൻറ്റ് 1-ൽ നിന്നും എക്സ്പെരിമെൻറ്റ് 2-ൽ നിന്നും നമ്മൾ ചെറിയൊരു കൺക്ലൂഷൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നു. എന്തായിരുന്നു ആ കൺക്ലൂഷൻ? ഒരു മാഗ്നറ്റ് അല്ലെങ്കിൽ ഒരു കോയിൽ മൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ലഭിക്കുകയുള്ളൂ. ഇവിടെ ഏതെങ്കിലും കോയിൽ നമ്മൾ മൂവ് ചെയ്തോ? ഇല്ല. പക്ഷേ ഈ കോയിലിൽ ചെറിയ സമയത്തേക്കെങ്കിലും എന്ത് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് സാധിച്ചു? ഇൻഡ്യൂസ്ഡ് കറണ്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു. അതുകൊണ്ടാണ് ഗാലനോമീറ്റർ ഒരു മൊമെൻ്ററി ഡിഫ്ലക്ഷൻ കാണിച്ചത്. അങ്ങനെയെങ്കിൽ ശരിക്കും ഒരു മാഗ്നറ്റ് അതല്ലെങ്കിൽ ഒരു കോയിൽ മൂവ് ചെയ്താൽ മാത്രമേ ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കൂ എന്നുള്ള ഒരു കൺക്ലൂഷനിൽ നമ്മൾ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. മുഴുവനായിട്ടത് തെറ്റല്ല, എങ്കിൽ കൂടി ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ മാഗ്നറ്റിനെ മൂവ് ചെയ്യിപ്പിക്കുന്നത്? അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളൊരു കോയിലിനെ മൂവ് ചെയ്യിപ്പിക്കുന്നത്? വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, മാഗ്നറ്റിക് ഫീൽഡ് മാറാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് മാറാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ സ്വിച്ച് ഇവിടെ ഓപ്പണാണ്. യാതൊരു വിധത്തിലുള്ള കറൻറ്റും ഈ കോയിലിൽ കൂടി കടന്നു പോകുന്നില്ല. അങ്ങനെയെങ്കിൽ ഇതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. ഇതിൻ്റെ അടുത്തുള്ള ഒരു റീജിയനിലാണ് C1 ഇരിക്കുന്നത്. അതായത് C2-ൻ്റെ അടുത്ത് തന്നെയാണ് C1 ഇരിക്കുന്നത്. C2-ന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ C1-ന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഒന്നും തന്നെ ഇല്ല. 0 ആണ്. മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ്. അങ്ങനെയെങ്കിൽ ഞാൻ B = 0 എന്ന് എഴുതാം. തുടക്കത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. B = 0. ഞാൻ സ്വിച്ച് ഓൺ ചെയ്തു, അതായത് പ്രസ് ചെയ്തു. പെട്ടെന്ന് തന്നെ എന്ത് സംഭവിക്കും? ഒരു കറണ്ട് C2-ൽ കൂടി പാസ് ചെയ്യും. നെക്സ്റ്റ് മൊമെൻറ്റിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് C2-ന് ചുറ്റും ജനറേറ്റ് ചെയ്യും. അതേ സമയത്ത് തന്നെ ആ മാഗ്നറ്റിക് ഫീൽഡ് ആരുടെയും കൂടി മാഗ്നറ്റിക് ഫീൽഡാണ്, അല്ലെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന കോയിൽ ഏതാണ്? C1 ആണ്. അപ്പോൾ C1-ന് ചുറ്റും എന്തുണ്ടായിരിക്കും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. അതായത് ആദ്യം മാഗ്നറ്റിക് ഫീൽഡ് 0 ആയിരുന്നു. സ്വിച്ച് ഇട്ടപ്പോൾ പെട്ടെന്നൊരു മാഗ്നറ്റിക് ഫീൽഡ് കിട്ടി. അതായത് മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചേഞ്ച് ഉണ്ടായി. B ≠ 0 ആണ്. ഓക്കെ, ആദ്യത്തെ കേസിൽ B 0 ആയിരുന്നു. സ്വിച്ച് ഓൺ ആയിരിക്കുന്ന അവസ്ഥയിൽ B 0 ആയിരുന്നു. ജസ്റ്റ് ഓഫ് ആയിരുന്ന അവസ്ഥയിൽ, സ്വിച്ച് ഓഫ് ആയിരുന്നിരുന്ന അവസ്ഥയിൽ, സ്വിച്ച് ഓപ്പൺ ആണ്. സ്വിച്ച് ഓപ്പൺ ആയിരുന്നിരുന്ന അവസ്ഥയിൽ കറണ്ടൊന്നും പോകുന്നില്ല, മാഗ്നറ്റിക് ഫീൽഡ് അവിടെ 0 ആണ്. ഞാൻ പെട്ടെന്ന് സ്വിച്ച് പ്രസ് ചെയ്തു, അതായത് സ്വിച്ച് ഓൺ ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? പെട്ടെന്നൊരു മാഗ്നറ്റിക് ഫീൽഡ് C2-ന് ചുറ്റും ജനറേറ്റ് ചെയ്തു. അതേ സമയത്ത് തന്നെ ആ മാഗ്നറ്റിക് ഫീൽഡ് ആർക്ക് ചുറ്റും ഉണ്ടായിരിക്കും? C1-ന് ചുറ്റും ഉണ്ടായിരിക്കും. ഒരു മാഗ്നറ്റിക് ഫീൽഡ് C1-ന് ചുറ്റും അവിടെ ജനറേറ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് മാഗ്നറ്റിക് ഫീൽഡ് 0 ആയിരുന്ന സ്ഥലത്ത് ഇപ്പോൾ പെട്ടെന്നൊരു മാഗ്നറ്റിക് ഫീൽഡ് കയറി വന്നു. അതായത് there is a change in magnetic field. ആ സമയത്ത് എന്ത് സംഭവിച്ചു? ഒരു മൊമെൻ്ററി ഡിഫ്ലക്ഷൻ ഉണ്ടായി. ഇനി നിങ്ങൾ സ്വിച്ച് അവിടെ പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, അതായത് ഓൺ ആയിരിക്കുന്ന അവസ്ഥയാണ്, പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഇതിന് ചുറ്റും ഉണ്ടെങ്കിലും അത് ചേഞ്ച് ചെയ്യുന്നില്ല. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യം മാഗ്നറ്റിക് ഫീൽഡ് 0 ആയിരുന്നു.
സ്വിച്ച് ഓൺ ചെയ്യുന്നു, പെട്ടെന്നൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. സോ 0യിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ വാല്യൂയിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് കയറുന്നു. അതായത് ദർ ഇസ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. പെട്ടെന്ന് തന്നെ ഒരു മൊമെൻ്ററി ഡിഫ്ലക്ഷൻ കാണിക്കും. ഇനി നിങ്ങൾ സ്വിച്ച് ഓൺ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, അതായത് പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ശരി, പക്ഷേ ആ മാഗ്നറ്റിക് ഫീൽഡിൽ ചേഞ്ച് ഇല്ല. അതുകൊണ്ട് ഡിഫ്ലക്ഷൻ 0യിലേക്ക് വരും. മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് വന്നാൽ മാത്രമേ അവിടെ എന്തുണ്ടായിരിക്കുകയുള്ളൂ, ഒരു ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ഉണ്ടായിരിക്കുകയുള്ളൂ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ആ സ്വിച്ച്, ഇവിടെയുള്ള സ്വിച്ച് റിലീസ് ചെയ്യുക, അതായത് ഓഫ് ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും, മാക്സിമത്തിൽ നിന്നിരുന്ന ആ മാഗ്നറ്റിക് ഫീൽഡ്, ഇതിന് ചുറ്റും മാക്സിമത്തിൽ നിന്നിരുന്ന മാഗ്നറ്റിക് ഫീൽഡ് പെട്ടെന്ന് എങ്ങോട്ട് മാറും, 0യിലേക്ക് മാറും. ആ സമയത്തും ദർ ഇസ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. ബി ആദ്യത്തെ കേസിൽ 0 ആയിരുന്നു. ഇതിന് ചുറ്റുമുള്ള സ്വിച്ച് ഇവിടെ ഓഫ് ആയിരിക്കുന്ന സമയത്ത് ബി 0 ആയിരുന്നു. പിന്നീട് ഞാനത് ഓൺ ചെയ്തപ്പോൾ ബി ഈക്വൽ ടു 1 ടെസ്ല, വെറുതെ വിചാരിക്കുക നിങ്ങൾ, ബി ഈക്വൽ ടു 1 ടെസ്ല, അതായത് 0യിൽ നിന്ന് 1 ടെസ്ലയിലേക്ക് മാറി. അതായത് ദർ ഇസ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. ആ സമയത്ത് ഇവിടെ ഗാലനോമീറ്ററിൽ എന്ത് കാണിക്കും, ഒരു ഡിഫ്ലക്ഷൻ കാണിക്കും. ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഇതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് മാറി, 0യിൽ നിന്ന് 1 ടെസ്ലയിലേക്ക് മാറി. അതായത് ദർ ഇസ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ദ first coil. So there is a induced current developing on the first coil. So you will get one deflection in the galvanometer. Okay, that may be towards the right side. വലതുവശത്തേക്ക് ആയിരിക്കും ഒരു പക്ഷേ അതിൻ്റെ ഡിഫ്ലക്ഷൻ. ഇനി ഈ 1 ടെസ്ല സ്വിച്ച് അവിടെ ഓൺ ആയിരിക്കുന്ന അവസ്ഥയിലാണ്, അതായത് നിങ്ങൾ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ 1 ടെസ്ല തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇതിന് ചുറ്റും 1 ടെസ്ല ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയെങ്കിൽ അവിടെ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടോ, ഇല്ല. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് പറയണം, 1 ടെസ്ലയാണ്. പക്ഷേ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയണം, കാരണം എപ്പോഴും ആ 1 ടെസ്ല തന്നെയാണ്. ഇനി സ്വിച്ച് നിങ്ങൾ എന്ത് ചെയ്തു, റിലീസ് ചെയ്തു, അതായത് ഓഫ് ചെയ്തു. അതായത് ബി ഈക്വൽ ടു 1 ടെസ്ലയിൽ നിന്ന് ബി ഈക്വൽ ടു 0 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് വരും. ഇത് ആദ്യത്തെ സ്റ്റേറ്റ് ആണ്, ഇത് രണ്ടാമത്തെ സ്റ്റേറ്റ്. അതായത് മാക്സിമം മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് മിനിമം മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഇതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യും. ആ സമയത്തും ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ സമയത്തും എന്ത് കിട്ടും, നിങ്ങൾക്ക് ഒരു ഇൻഡ്യൂസർ കറൻറ്റ് കിട്ടും. എവിടെ കിട്ടും, ഫസ്റ്റത്തെ കോയിലിൽ കിട്ടും. അത് ആദ്യമുണ്ടായിരുന്ന ഇൻഡ്യൂസർ കറൻറ്റിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അതുകൊണ്ട് ഗാലനോമീറ്റർ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡിഫ്ലക്റ്റ് ചെയ്യും. ആദ്യം റൈറ്റിലേക്കാണ് ഡിഫ്ലക്റ്റ് ചെയ്തതെങ്കിൽ സ്വിച്ച് റിലീസ് ചെയ്യുമ്പോൾ, സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും നിങ്ങൾക്ക് ഡിഫ്ലക്ഷൻ ലഭിക്കുക. ഇതാണ് എക്സ്പെരിമെൻറ്റ് നമ്പർ 3. എക്സ്പെരിമെൻറ്റ് 1ലും എക്സ്പെരിമെൻറ്റ് 2വിലും നമ്മൾ മാഗ്നറ്റുകളെയോ അല്ലെങ്കിൽ കോയിലുകളെ മൂവ് ചെയ്തിരുന്നു. എക്സ്പെരിമെൻറ്റ് നമ്പർ 3ൽ 2 കോയിലുകളെയും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അവിടെ മൂവ് ചെയ്യുന്നില്ല. പക്ഷേ ഈ 3 എക്സ്പെരിമെൻറ്റുകളിലും കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു കാര്യം എന്താണ്, 3 എക്സ്പെരിമെൻറ്റുകളിലും ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. നിങ്ങളൊരു മാഗ്നറ്റിനെ ഒരു കോയിലിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഈ കോയിലിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കൂടി വരികയാണ്. ഈ മാഗ്നറ്റിനെ ഇവിടെ സ്റ്റേഷനറി ആക്കി വയ്ക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, പക്ഷേ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. ഇതേ മാഗ്നറ്റിനെ ഞാൻ ഇതിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, മാഗ്നറ്റിക് ഫീൽഡ് കുറഞ്ഞു വരുന്നു. അപ്പോഴും ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ഒരു മാഗ്നറ്റിനെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോഴും അതിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോഴും ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കോയിലിൽ എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്, ഇൻഡ്യൂസർ കറൻറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി എക്സ്പെരിമെൻറ്റ് നമ്പർ 2വിൽ നമ്മൾ ബാർ മാഗ്നറ്റിന് പകരം ഒരു കറൻറ്റ് കയറിങ് സോളിനോയിഡ് അല്ലെങ്കിൽ ഒരു കോയിലാണ് എടുത്തിരുന്നത്. അതും അടുത്തേക്കും അതിൽ നിന്ന് പുറത്തേക്കും എടുക്കുമ്പോഴും നമ്മുടെ ആദ്യത്തെ കോയിലിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴും ദർ ഇസ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോഴും അവിടെ എന്തുണ്ടാകുന്നുണ്ട്, ഇൻഡ്യൂസർ കറൻറ്റ് ഉണ്ടാകുന്നുണ്ട്. ഈ കേസിലും എക്സ്പെരിമെൻറ്റ് നമ്പർ 3ലും സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴും സ്വിച്ച് ഓഫ് ചെയ്യുമ്പോഴും ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ആദ്യത്തെ കോയിലിൽ ഡെവലപ്പ് ചെയ്യുന്നു. ശരിക്കും ഈ ഒരു ഫിനോമിനനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഒരു കണ്ടക്ടറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിനെ ചേഞ്ച് ചെയ്ത് ആ കണ്ടക്ടറിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന
ഫിനോമിനനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. മൈക്കിൾ ഫാരഡേയുടെ 3 എക്സ്പെരിമെൻറ്റുകളിൽ നിന്നും നമുക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഏതെങ്കിലും ഒരു കണ്ടക്ടറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് മാറിക്കഴിഞ്ഞാൽ ആ കണ്ടക്ടറിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ഒരു ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ഡെവലപ്പ് ചെയ്യും. ആ ഫിനോമിനനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. 3 എക്സ്പെരിമെൻറ്റുകളുടെയും കൺക്ലൂഷൻ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. നോക്കുക. Whenever there is a change in magnetic field around a conductor, there will be a induced current developing on it. അതായത് ഒരു കോയിൽ എടുക്കുകയാണെങ്കിൽ ആ കോയിലിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകളുമായി ബന്ധപ്പെട്ട ഒരു ക്വാണ്ടിറ്റിയാണ്. നമ്മളത് പിന്നീട് ചർച്ച ചെയ്യുന്നതാണ്. ഒന്ന് ശ്രദ്ധിക്കുക. മാഗ്നറ്റിക് ഫീൽഡോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സോ ഒരു കണ്ടക്ടറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡോ മാഗ്നറ്റിക് ഫ്ലക്സോ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കണ്ടക്ടറിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF, അതായത് ഇപ്പോൾ ഇതൊരു കണ്ടക്ടർ ആണെങ്കിൽ 2 എൻഡുകളിലും ഒരു EMF ഡെവലപ്പ് ചെയ്യും. അതൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്പ് ചെയ്യുമെങ്കിൽ മാത്രമേ കറണ്ടിന് ഒഴുകാൻ പറ്റുള്ളൂ. ഒരു കണ്ടക്ടറിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്പ് ചെയ്യും, അതേപോലെ തന്നെ ഒരു ഇൻഡ്യൂസ്ഡ് കറൻറ്റും ഡെവലപ്പ് ചെയ്യും. ആ ഫിനോമിനനാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. കൺക്ലൂഷൻ ഇതാണ്. Whenever there is a change in magnetic field around a conductor, there will be a induced current developing on it. ഈ ഒരു കൺക്ലൂഷനെ മുൻനിർത്തി നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനെ ഡിഫൈൻ ചെയ്യുന്നു. വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. 2-3 പ്രാവശ്യം ഇതിനകം തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന്. ഒന്നും കൂടി നോക്കാം. ദ ഫിനോമിനൻ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് ഹെൻസ് ഇൻഡ്യൂസ്ഡ് കറണ്ട്. ഒരു കണ്ടക്ടറിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്പ് ചെയ്യുന്നു, അതിൻ്റെ ഫലമായി ഒരു ഇൻഡ്യൂസ്ഡ് കറൻറ്റും ഡെവലപ്പ് ചെയ്യുന്നു. ഡ്യൂ ടു, എന്തുകൊണ്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്? എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ ക്ലോസ്ഡ് സർക്യൂട്ട് ഈസ് കോൾഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതായത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇതൊരു കോയിലാണെന്ന് വിചാരിക്കുക. ഞാൻ വളരെ ചെറിയൊരു കോയിൽ വരയ്ക്കാം. ഇതൊരു ചെറിയൊരു കോയിലാണ്. മാഗ്നറ്റ് വളരെയധികം അകലെയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ മാഗ്നറ്റിൽ നിന്ന് പോകുന്ന, ഇതിപ്പോൾ ഒരു നോർത്ത് പോൾ ആണെങ്കിൽ മാഗ്നറ്റിൽ നിന്ന് പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ ഏകദേശം ഈ രീതിയിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഒരുപാട് മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകളൊന്നും കടന്നു പോകുന്നില്ല. അതായത് നോർത്ത് പോളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ ഈ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിൽ കൂടി കാര്യമായിട്ടൊന്നും കടന്നു പോകുന്നില്ല. കാരണം ഡിസ്റ്റൻസ് ഒരല്പം കൂടുതലാണ്. അങ്ങനെയെങ്കിൽ വെറുതെ ഞാൻ വിചാരിക്കുകയാണ് ഒരു 10 എണ്ണം, ഇവിടെ ഞാൻ ഒരു 6 എണ്ണം വരച്ചിട്ടുള്ളൂ, ഒരു 10 മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ ഈ കോയിലിൻ്റെ ഉള്ളിൽ കൂടി കടന്നു പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ആ ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ ദ ഗിവൺ ഏരിയ, അതാണ് എന്ത്, ഈ സർക്കിളുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫ്ലക്സ്, ഇലക്ട്രിക് ഫ്ലക്സ് പറയുന്നത് പോലെ. എന്തായിരുന്നു ഇലക്ട്രിക് ഫ്ലക്സ്? ഇറ്റ് ഈസ് എ മെഷർമെൻറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ ദ ഗിവൺ ഏരിയ ആയിരുന്നു ഇലക്ട്രിക് ഫ്ലക്സ്. അതുപോലെ തന്നെയാണ് മാഗ്നറ്റിക് ഫ്ലക്സ്. നമ്മുടെ അടുത്ത ടോപ്പിക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. ആ ടോപ്പിക്കിൽ നമ്മൾ വളരെ വിശദമായി മാഗ്നറ്റിക് ഫ്ലക്സ് പറയും. അതിന് മുമ്പുള്ള ടോപ്പിക് ആയതുകൊണ്ട് ചെറിയൊരു വിശദീകരണം തരുന്നു. ഒരു സർക്കുലർ കോയിൽ അല്ലെങ്കിൽ ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ടാണ്. അതിൻ്റെ ഉള്ളിൽ കൂടി പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒരു 10 എണ്ണേ ഉള്ളൂ. അതായത് മാഗ്നറ്റിക് ഫ്ലക്സ്, മെഷർമെൻറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ് മാഗ്നറ്റിക് ഫ്ലക്സ്. മാഗ്നറ്റിക് ഫ്ലക്സ് കമ്പാരിറ്റീവ്ലി കുറവാണ്, ഏകദേശം ഒരു 10 എണ്ണമൊക്കെ പോകുന്നുള്ളൂ എന്ന് വിചാരിക്കുക. ഞാൻ ഈ മാഗ്നറ്റിനെ ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ ആരുടെ ഉള്ളിൽ കൂടി പോകും? ഈ ഒരു സർക്കുലർ കോയിലിൻ്റെ ഉള്ളിൽ കൂടി പോകും. അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് മാറി, മാഗ്നറ്റിക് ഫീൽഡ് മാറി, മാഗ്നറ്റിക് ഫ്ലക്സും മാറി. അങ്ങനെയെങ്കിൽ ഈ കോയിലിൽ എന്ത് ഡെവലപ്പ് ചെയ്യും? ഒരു ഇൻഡ്യൂസ്ഡ് EMF ആസ് വെൽ ആസ് ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ഡെവലപ്പ് ചെയ്യും. ഒരു കോയിലിൻ്റെ അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിൻ്റെ ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് മാറുക എന്ന് തന്നെയാണ്. മാഗ്നറ്റിക് ഫ്ലക്സ് മാറുന്നു അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് മാറുന്നു. ഒരു കണ്ടക്ടറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫ്ലക്സോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡോ മാറുന്നു. ആ കണ്ടക്ടറിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ഡെവലപ്പ് ചെയ്യുന്നു. ആ ഫിനോമിനനാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഒരിക്കൽ കൂടി വായിക്കാം. ദ ഫിനോമിനൻ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് ഹെൻസ് ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് linked with a closed circuit and it is called electromagnetic induction.
ബൈ.